ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന സ്വീകാര്യയോഗ്യമായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നദ്ദറല്ലാഹു ഇംറഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് പ്രകാശം നൽകട്ടെ. നദ്ദറല്ലാഹ് എന്ന് പറഞ്ഞാൽ നളാറത്ത് നൽകുക, പ്രകാശം നൽകുക, ചൈതന്യം നൽകുക, വെളിച്ചം നൽകുക, ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും നൽകുക. അതിനൊക്കെയാണ് നദ്ദറ എന്ന് പറയുന്നത്. ആർക്കാണത്? സമിഅ മിന്ന ഹദീസൻ, എന്നിൽ നിന്ന് ഒരു ഹദീസ് കേട്ടു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കേൾക്കുക, അത് മനസ്സിലാക്കുക. ഫഹഫിളഹു, എന്നിട്ടത് ഹിഫ്ളാക്കി, അത് ഹൃദയസ്ഥമാക്കി. ഹത്താ യുബല്ലിഗഹു ഗൈറഹു, എന്നിട്ട് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ വ്യക്തിയുടെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അത് മനസ്സിലാക്കുന്നു, അത് ഹിഫ്ളാക്കുന്നു, മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് അള്ളാഹു പ്രകാശം നൽകട്ടെ എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബല്ലിഗു അന്നി വലൗ ആയ, ഒരു ആയത്താണെങ്കിലും ഒരു വചനമാണെങ്കിലും അത് എന്നിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. ഫലിയുബല്ലിഗ് അശ്ശാഹിദുൽ ഗായിബ, എൻ്റെ അടുക്കൽ ഹാജറുള്ളവർ ഇവിടെ ഹാജറില്ലാത്തവർക്ക് എൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ലോകത്ത് മുഴുവൻ വ്യാപിച്ചിട്ടുള്ളത്. നബിയിൽ നിന്ന് ഹദീസുകൾ കേട്ട സ്വഹാബികൾ അതവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്തു, അവർ അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്തു. പിന്നീടത് ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിക്കപ്പെട്ടു. പണ്ഡിതന്മാർ ആ ഗ്രന്ഥങ്ങളിലുള്ള ഹദീസുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തു, അവരും ആ ഹദീസുകൾ രേഖപ്പെടുത്തി. അങ്ങനെ തലമുറകളിലേക്കത് കൈമാറി ഇന്നും നമ്മൾ ഈ ഒരു ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് പ്രവാചകൻ്റെ ഹദീസുകൾ എത്തേണ്ടതുണ്ട്. ആ ഒരു കാര്യത്തിനു വേണ്ടി പരിശ്രമിക്കുകയും അതിൽ ഭാഗവാക്കാവുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് വമ്പിച്ച പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ഫറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻ, വിജ്ഞാനത്തിൻ്റെ എത്രയെത്ര വാഹകരാണ് തങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരിലേക്ക് അത് എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. വറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ലൈസ ബിഫഖീഹിൻ, എത്രയെത്ര ഫിഖ്ഹിൻ്റെ, അറിവിൻ്റെ, വിജ്ഞാനത്തിൻ്റെ വാഹകരാണ്, എന്നാൽ അവർ വലിയ പണ്ഡിതന്മാരൊന്നുമല്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഒരു കാര്യം അതേപടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു പക്ഷേ ഈ വ്യക്തി ആർക്കാണോ പറഞ്ഞു കൊടുത്തത് ആ വ്യക്തിക്ക് ഒരു പക്ഷേ ഇത് പറഞ്ഞു കൊടുത്ത ആളേക്കാൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അവരൊക്കെ വലിയ മുഹദ്ദിസീങ്ങളാണ്, വലിയ പണ്ഡിതന്മാരുമാണ്. എന്നാൽ ഇവർക്ക് ഹദീസ് പറഞ്ഞു കൊടുത്ത ആളുകൾ ഒരുപക്ഷെ ഇതേപോലെ അറിയപ്പെട്ടവരല്ല, ഇവരെ പോലെ വലിയ പണ്ഡിതന്മാരല്ല. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഒരേപോലെയല്ല ഒരു ഹദീസിൽ ആശയം മനസ്സിലാകുന്നത്. പറഞ്ഞു കൊടുത്ത ആളേക്കാൾ കേൾക്കുന്ന ആൾക്ക് കൂടുതൽ അതിനെ സംബന്ധിച്ച് പഠിക്കാനും ഗ്രഹിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് കേട്ട ഹദീസുകൾ അത് ദുർബലമായ ഹദീസുകളാവാൻ പാടില്ല, കെട്ടിച്ചമച്ച ഹദീസുകളാവാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്ന് വ്യക്തമായ ബോധ്യമുള്ള ഹദീസുകൾ, അത് ഒന്നുകിൽ ഹിഫ്ളാക്കുക, അതാണ് ഏറ്റവും ഹൈറായത്. ഇനി ഹിഫ്ളാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് എഴുതി വെക്കുക കൃത്യമായി, തെറ്റുകൂടാതെ. എന്നിട്ട് സമൂഹത്തിലേക്കത് പ്രചരിപ്പിക്കുക, പരമാവധി ആളുകളിലേക്ക് ഹദീസുകൾ എത്തിക്കുക. അങ്ങനെയുള്ളവരെക്കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത്, നദ്ദറല്ലാഹു ഇംറഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകൾക്ക് നളാറത്ത് നൽകട്ടെ. ഉലമാക്കൾ പറഞ്ഞു, ഹിയ ഹുസ്നുൽ വജ്ഹ് വൽ ബരീഖ്, നല്ല പ്രകാശമുള്ള തെളിഞ്ഞ മുഖമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അവരുടെ മുഖത്ത് ആ ഹദീസിൻ്റെ പ്രകാശമുണ്ടാകുമെന്നാണ്, സുന്നത്തിൻ്റെ പ്രകാശമുണ്ടാകും. ജമ്മലഹുല്ലാഹു വ സയ്യനഹു വ ഔസലഹു ഇലാ നളറത്തിൽ ജന്ന എന്നാണ്. അള്ളാഹു ആ വ്യക്തിക്ക് ഭംഗി നൽകും, പിന്നീട് സ്വർഗത്തിൻ്റെ സുഖാനുഗ്രഹങ്ങളിലേക്ക് ആ വ്യക്തിയെ അള്ളാഹു എത്തിക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ ഈ ലോകത്തും ആ വ്യക്തിക്ക് അള്ളാഹു ആദരവും ബഹുമാനവും എല്ലാം നൽകുന്നതാണ്. സുന്നത്തിൻ്റെ ആളുകൾക്കത് ലഭിക്കുന്നതാണ്, ഹദീസിൻ്റെ ആളുകൾക്കത് ലഭിക്കുന്നതാണ്, അത് പ്രചരിപ്പിക്കുന്നവർക്കത് ലഭിക്കുന്നതാണ്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗ്ഗലോകത്ത് അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് സ്വഹീഹായ ഹദീസുകൾ നാം എന്ത് ചെയ്യുക? പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക.
ഒരിക്കലും കെട്ടിച്ചമക്കപ്പെട്ട ദുർബലമായ ഹദീസുകൾ അതിൻ്റെ പ്രചാരകരായി നമ്മൾ മാറാതിരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.